നന്മയുടെ പ്രവണതകൾ സൃഷ്ടിക്കാൻ, വിദ്യാർത്ഥി മനസ്സിന്റെ സർഗശേഷിയെ പരിപോഷിപ്പിക്കാൻ, വിദ്യാർത്ഥി മനസ്സിന് അറിവും തിരിച്ചറിവും സന്നിവേശിപ്പിക്കാൻ, വിദ്യാർത്ഥി മനസ്സുകളിൽ മത ഭൗതിക വിദ്യാഭ്യാസ രംഗം സമന്വയിപ്പിച്ചുകൊണ്ട് കാരത്തൂർ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വർഷങ്ങളുടെ വിജയത്തിളക്കം സമ്മാനിച്ചുകൊണ്ട് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ഒരിക്കൽ കൂടി പ്രവേശനോത്സവ പരിപാടിയിലേക്ക് മുഴുവൻ രക്ഷിതാക്കളെയും മർക്കസ് എന്ന ഈ പൂന്തോട്ടത്തിലേക്ക് അറിവ് നുകരാനെത്തിയ മുഴുവൻ കുരുന്ന് പ്രതിഭകളെയും വളരെ സ്നേഹത്തോടു കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്പസമയത്തിനകം നമ്മുടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു. ഉദ്ഘാടന സെഷനോടുകൂടി നമ്മുടെ പരിപാടികൾക്ക് അല്പസമയത്തിനകം തുടക്കം കുറിക്കുമ്പോൾ ഒരിക്കൽ കൂടി അറിവ് നുകരാനെത്തിയ മുഴുവൻ കുരുന്ന് പ്രതിഭകളെയും വളരെ സ്നേഹത്തോടു കൂടി പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل وسلم وبارك على حبيبك سيدنا
وشفيعنا وهادينا ومرشدنا محمد صلى الله عليه وسلم بالانقطاع وزوال على آله وأصحابه والمتبعين لهم بإحسان إلى يوم الجزاء والفارق بين الهداية والضلال. بلغ اللهم ثواب قراءتنا وبركة دعائنا وصلواتنا وأرسله إلى حضرة حبيبك وشفيك ومصطفاك عين الرحمة وخاتم النبوة وصاحب الشفاعة سيد الأنبياء وأكرم الكرماء وأشرف الشرفاء محمد المصطفى صلى الله عليه وسلم إلى حضرات جميع الأنبياء والمرسلين عليهم الصلاة والسلام وإلى حضرات الصحابة والقرابة كلهم أجمعين وإلى حضرات جميع الأقطاب والأبدال والندباء والشرفاء والفضلاء والفقهاء والمحدثين وسائر الأولياء منهم أجمعين. اللهم زدهم شرفا على شرفهم وعزا على عزهم وكرامة على كراماتهم إليك يا رب العالمين. وإلى أرواح آبائنا وأمهاتنا ومشايخنا وأساتذتنا وسائر أقاربنا وإلى أرواح أمواتنا خاصة وأموات المسلمين عامة. اللهم اغفر لنا ولهم وارحمنا وارحمهم واجمع بيننا وبينهم في جنات النعيم. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم أنت اشفي أمراضنا وأمراض قلوبنا يا شافي الأمراض. اللهم ارحم والدينا كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وعلى وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. സതതം സഹായമായി തീർപ്പതും തിരുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോ സന്മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയെല്ലാം സന്മാർഗദുഷ്ടർത്തൻ വഴിയുമല്ല. വാഴുന്ന
strives to be worthy of it. I shall give my parents, teachers, and all elders respect and treat everyone with courtesy. To my country and my people, I pledge my devotion in their well-being and prosperity alone lies my happiness. Jai Hind. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട റഷീദ് സാറെ വളരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തിരൂരിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ മത ഭൗതിക രംഗത്ത് പതിറ്റാണ്ടുകളായി നിലകൊള്ളുന്ന മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കൂടുതൽ പുതുമയോടുകൂടി കേരളത്തിലെ മുഴുവൻ കലാലയങ്ങളും അറിവ് നുകരാൻ വേണ്ടി എത്തിച്ചേർന്നതുപോലെ നമ്മുടെ ഈ കൊച്ചു കലാലയവും വിദ്യാർത്ഥികളെ അറിവ് നുകരാൻ വേണ്ടി എത്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ വലിയ പ്രതീക്ഷകളുമായി നമ്മുടെ അമ്മമാരും ഉമ്മമാരും കുറേ ദിവസങ്ങളായി യൂണിഫോമും ബാഗും നെയിം സ്ലിപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ബസാറുകളിൽ നടന്ന് ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ സ്ഥാപനം ഇതിന്റെ അമരത്ത് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഉപ്പാപ്പ പതിറ്റാണ്ടുകളായി അറിവ് നുകർന്നു കൊടുത്ത് നാട്ടിലും വിദേശത്തും വളരെ വലിയ ജോലികളെല്ലാം സമ്പാദിച്ച് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. ഒരു ലാഭേച്ഛയും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹവുമായി സംവദിക്കുമ്പോൾ മുഴുവനും എനിക്കൊന്നും വേണ്ട മക്കളെ, മറിച്ച് ഇവിടുത്തെ കുട്ടികളെ നിങ്ങൾ നേരിന്റെ പന്താവിലേക്ക് മതഭൗതിക രംഗത്ത് തിളങ്ങുന്ന മക്കളാക്കി മാറ്റാൻ നിങ്ങളെല്ലാവരും രംഗത്തേക്ക് വരണമെന്ന് ഇന്നുകൂടി രാവിലെ ഇതിന്റെ വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിവരം എന്റെ മാന്യ രക്ഷിതാക്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നാടും നഗരവും മുഴുവനും ലഹരിയിൽ ആറാടുകയാണ്. എപ്പോഴാണ് നമ്മുടെ കുട്ടികൾ വഴിപിഴയ്ക്കുക എന്ന് നമുക്കൊരിക്കലും അറിയില്ല. അതിനുവേണ്ടി ആട്ടിൻതോലിട്ട ചെന്നായെ പോലെ പല ആളുകളും കവലകളും സ്കൂളുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളെ പാട്ടിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും അതെല്ലാം ഈ വർഷം ഒന്നുകൂടി ജാഗരൂകരായി കൊണ്ടുപോകാനാണ് നമ്മുടെ സർക്കാർ രൂപം നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതിന്റെ കൂടെ കൈകോർക്കുന്ന വലിയൊരു പ്രക്രിയ അധ്യാപകർക്കുണ്ട്. അധ്യാപകർ നിർവഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. നമുക്കറിയാം, നമ്മുടെ സ്ഥാപനം വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വിഹിതം കൊണ്ടാണ്, ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ അധ്യാപകരും പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ ഉസ്താദുമാർ, ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ, ഇവിടുത്തെ ഡ്രൈവേഴ്സ്, അതേപോലെ ഇവിടുത്തെ പാചകക്കാരെല്ലാവരും കഴിയുന്നത്. അതിൽ നിന്നെല്ലാം നമുക്ക് നാളെ പരലോകത്തൊരു ഗുണമുണ്ടാകുമെന്നുള്ളൊരു ഇച്ഛയോട് കൂടിയിട്ടാണ് ഞങ്ങളെല്ലാവരും മെയ് മറന്ന് ഇവിടെ ജോലി ചെയ്യുന്നത്. പല വിദ്യാർത്ഥികളെയും ഈ കലാലയത്തിലേക്ക് ഈ വർഷം കടന്നു വരാൻ വേണ്ടി രക്ഷിതാക്കൾ ശ്രമിച്ചു. അവയെല്ലാം ഞങ്ങൾ കഴിവിന്റെ പരമാവധി നല്ല മക്കളാക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തു ഉണ്ടാകുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ സംസാരം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടകനും
അതേപോലെ തന്നെ നമ്മുടെ അധ്യക്ഷനും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്കൂളിലേക്ക് പുതിയൊരു പ്രിൻസിപ്പൽ കൂടി കടന്നു വന്ന വിവരം എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ ഞാൻ അറിയിക്കുകയാണ്. MI ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകൻ സുബൈർ സാർ ഒരുപാട് മത, സാമൂഹിക, സാംസ്കാരിക എല്ലാ രംഗങ്ങളിലും അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും അത് മർക്കസിനും ഉപ്പക്കും അതുപോലെ നമ്മുടെ സ്ഥാപനം ഇതേ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി വർഷങ്ങളായി എത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും നാട്ടുകാരുടെയും ഈ കമ്മിറ്റിയുടെയും പ്രിയങ്കരിയായ ജയശ്രീ ടീച്ചർക്ക് ഒരു താങ്ങും തണലുമാവും എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങളുടെ സ്റ്റാഫുകളിലുണ്ട്. 1-2 മീറ്റിങ്ങുകളിൽ ഞങ്ങൾക്കത് പ്രതിഫലിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മത, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിലും നമ്മുടെ ഈ ഉപ്പാപ്പയുമായും മർക്കസുമായും നിരന്തരം താങ്ങും തണലും ചൂടും തണുപ്പും അറിഞ്ഞ് നമ്മുടെ ഈ ഉദ്ഘാടനത്തിന് നേരത്തെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഫൈസൽ എടശ്ശേരി സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കൂടെ 3 വർഷങ്ങളായിട്ട് ഇവിടെ എന്തൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടിയോ അതിന്റെ എല്ലാം അത് മതരാഷ്ട്രീയ ഭൗതിക കാര്യങ്ങളിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ നബിദിനവുമായും മറ്റ് ദിനാചരണങ്ങളുമായിട്ടും വാർഷികമായാലും സ്പോർട്സ് ആയാലും അതിലെല്ലാം നിരന്തരമായ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് ഒരു PTA എക്സിക്യൂട്ടീവ് ഇവിടെ നടന്നു പോകുന്നുണ്ട്. അതിന്റെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രഥമ സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കൂടിയായ ബഹുമാനപ്പെട്ട ജംഷീർ സാറിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കൂടെ നമ്മുടെ ടീച്ചർ, അവരെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളുടെയും അലങ്കനീയമായ ഇവിടെ എന്തൊക്കെ ഉണ്ടോ, എന്തൊക്കെ നടപ്പാക്കിയോ എന്നതെല്ലാം നല്ല ഒരു പ്രശംസ പിടിച്ചു പറ്റിയ ടീച്ചർ. ഇക്കഴിഞ്ഞ +2 പരീക്ഷ അനലൈസ് ചെയ്തപ്പോൾ ഞാൻ സ്ഥാപനങ്ങളുടെ പേരെടുത്ത് പറയുന്നില്ല, ഈ സമീപത്തെ തിരൂർ പരിസരത്തെ ഇതേപോലുള്ള അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലെ റിസൾട്ട് അനലൈസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ പാസ്സാക്കാനും വിജയ ശതമാനം കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സിനെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും കുട്ടികൾക്ക് വേണ്ടി വളരെ വിലപ്പെട്ട അല്ലെങ്കിൽ കിട്ടാൻ പ്രയാസപ്പെടുന്ന പല സാറുമാരെ കൊണ്ടും ക്രാഷ് ക്ലാസ്സുകളൊക്കെ വെച്ച് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പ്രധാന വിഷയങ്ങളിലൊക്കെ കുട്ടികളെ പാസ്സാക്കാൻ വേണ്ടി കയ്യിൽ നിന്ന് പോലും കാശ് കൊടുത്തുകൊണ്ട് ഇവിടുത്തെ കുട്ടികളുടെ റിസൾട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ജയശ്രീ ടീച്ചറെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ മത കാര്യങ്ങളിലെ മദ്രസ വിങ്ങിന്റെ തലപ്പത്ത് വർഷങ്ങളോളം പ്രവർത്തിച്ച് നൈപുണ്യം നേടിയ നമ്മുടെ സദർ ഉസ്താദ് അബൂബക്കർ ഉസ്താദ്, നമുക്കറിയാം മദ്രസ ഇക്കഴിഞ്ഞ മദ്രസ പരീക്ഷയിൽ 100% വിജയവും നല്ല റിസൾട്ടും കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം തലപ്പത്ത് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ പരിപാടി ഇതുപോലെ നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ടീച്ചേഴ്സ് കുറെ ദിവസങ്ങളായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ എല്ലാം ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർ ഇവിടെ എത്താമെന്ന് ഏറ്റിട്ടുണ്ട്. അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റേജ് സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്ന ഈ വീഡിയോ കവറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേപോലെ ഇവിടുത്തെ ഡ്രൈവേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ, അതിനേക്കാൾ ഉപരി ഈ സ്ഥാപനം നല്ല നിലയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾക്ക് ഊർജവും വളവും ആർജവും വെള്ളവും തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ രക്ഷിതാക്കള്, അവരെത്ര പ്രശംസിച്ചാലും എൻ്റെ വാക്കുകൾ മതിയാവില്ല. അവരെല്ലാം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ PTA പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് മർക്കസ്. രക്ഷിതാക്കളെ, കുട്ടികളെ, നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ
ഫൈസലാക്കനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഈ സ്ഥാപനത്തിന്റെ ഏത് പ്രവർത്തനങ്ങളിലും മുന്നിലൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഫൈസൽ എടശ്ശേരി അവരുടെ വളരെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ പരിപാടിയുടെ അധ്യക്ഷൻ സുഹൃത്ത് ജംഷീർ, ഈ പരിപാടിയിൽ സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത്, നിങ്ങളുടെ പുതിയ പ്രിൻസിപ്പാളുമായിട്ടുള്ള പ്രിയപ്പെട്ട സുബൈർ മാഷ്, ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട റഷീദ് മാഷ്, അതുപോലെ തന്നെ വാർഡ് മെമ്പർ നസീറ എത്തിയിട്ടില്ല, പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ ജയശ്രീ ടീച്ചർ, സദർ ഉസ്താദ് ബഹുമാനായ അബൂബക്കർ ബാക്കവി, പ്രിയപ്പെട്ട റഷീദ് മാഷ്, വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന നല്ലവരായ രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥിനികൾ, സുഹൃത്തുക്കൾ, ഇന്ന് എല്ലാ സ്കൂളുകളിലും സ്കൂൾ പ്രവേശന ഉത്സവമായി കൊണ്ടാടുകയാണ്. നമുക്കറിയാം, കുറേ കാലമായി സ്കൂളിൻ്റെ തുറക്കുന്ന ദിവസം അത് കുട്ടികൾക്കൊരു ഉത്സവാന്തരീക്ഷത്തിൽ നമ്മൾ സംഘടിപ്പിക്കുകയും സ്കൂളും പഠനവും എന്ന് പറയുന്നത് അത് കളിയും ചിരിയും സന്തോഷവും എല്ലാം അടങ്ങിയതാണ് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളിൽ പലരും പഠിച്ചിരുന്ന കാലത്ത്, അല്ലെങ്കിൽ ഞാനൊക്കെ ഉൾപ്പെടെയുള്ളവർ പഠിച്ചിരുന്ന കാലത്ത് ഇങ്ങനൊരു സംവിധാനം നമുക്ക് ലഭ്യമായിട്ടില്ല. ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ നിന്ന് പഠിക്കുവാൻ, അവർ ക്ലാസ് മുറികളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ മിഠായിയും ബലൂണും ഒക്കെ കൊടുത്ത് സ്വീകരിക്കുവാനുമുള്ള ഒരു സംവിധാനം പുതിയ യുഗത്തിന്റെ മാറ്റങ്ങളാണ്. ഞങ്ങളൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ക്ലാസ്സിലേക്ക് വരുമ്പോൾ രക്ഷിതാക്കൾ വടിയൊക്കെ എടുത്ത് അടിച്ച് കരഞ്ഞുകൊണ്ടാണ് പലപ്പോഴും സ്കൂളിലേക്ക് വന്നിരുന്നത്. സ്കൂളിലെ ബെഞ്ചിൽ വന്നിരുന്നാൽ ആദ്യത്തെ ദിവസം കൂട്ടക്കരച്ചിലിന്റെ ഒരു വലിയ ശബ്ദമാണ് കേൾക്കുന്നത്. എല്ലാ ഭാഗത്തും ഇരുന്ന് കരയും. ബെഞ്ചിൽ നിന്ന് എണീറ്റ് ഓടാൻ ശ്രമിക്കുന്ന കുട്ടികളെ പിടിച്ചിരുത്തുക. ആദ്യത്തെ 2-3 ദിവസം രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് പുസ്തകം വലിച്ചു പഠിപ്പിക്കലല്ല, ബെഞ്ചിൽ നിന്ന് എണീറ്റ് ഓടാൻ ശ്രമിക്കുന്ന കുട്ടിയെ പിടിച്ചിരുത്തുകയും അവനെ താലോലിക്കുകയും അവനെ തലോടുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ്. എന്നാൽ ഇന്ന് കുട്ടികൾ സന്തോഷത്തോടു കൂടി മിഠായി ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വരുന്നു, ബലൂൺ ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വരുന്നു. അവർ നമ്മൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. അവർക്ക് വേണ്ടി വളരെ നല്ല മനോഹരമായ ഗേറ്റ് നമ്മൾ സംവിധാനിച്ചിരിക്കുന്നു. ഒരു ഉത്സവം തന്നെ നമ്മൾ സത്യത്തിലൂടെ സംഘടിപ്പിക്കുക. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും മാനസിക പിരിമുറുക്കമില്ലാതെ എല്ലാം വളരെ ഫ്രീ ആയ മൈൻഡോട് കൂടി കണ്ടുകൊണ്ട് മാത്രമാണ് പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. രക്ഷിതാക്കൾ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നത്, നമ്മുടെ കുട്ടികൾ നമ്മളെപ്പോഴും പഠനത്തിൽ അവരെ നമ്മൾ നിർബന്ധം ചെലുത്തേണ്ടത് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടല്ല, അവർ സ്നേഹത്തിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അവർക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. വളരെ നിഷ്കളങ്കരായ കുട്ടികളാണ്. പലപ്പോഴും കുട്ടികൾ വളരുമ്പോൾ പലരുടെയും സ്വഭാവം മോശമായി പോകാറുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ചില പറഞ്ഞത് കേൾക്കുന്നില്ല, വാശിയാണ്, അവരെപ്പോഴും ഓടിക്കളിക്കുകയാണ്, പറഞ്ഞത് കേൾക്കൂല, ഇരുത്തിയാൽ ഒരിടത്ത് ഇരിക്കൂല. ഇങ്ങനെ 100 കൂട്ടം പരാതികൾ രക്ഷിതാക്കൾക്ക് ഉണ്ടാവും. കുട്ടികൾ അങ്ങനെ തന്നെയാണ് വളരേണ്ടത്. അവരുടെ ഓടലും പാടലും കളിയും ചിരിയും ഇരിക്കാൻ പറഞ്ഞെടുത്ത് ഇരിക്കാതിരിക്കുന്നതും ഒക്കെ കുട്ടികളുടെ സ്വസിദ്ധമായ സ്വഭാവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സ്വഭാവത്തിലൂടെ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയും അതോടൊപ്പം നല്ല രീതിയിൽ അവർക്ക് ധാർമ്മികമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. നമ്മുടെ കുട്ടികൾ എത്ര ചെറിയ കുട്ടികളാണെങ്കിലും നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ചെറിയ 1-ലോ 2-ലോ 3-ലോ ഇവിടെ ഇരിക്കുന്ന പലരും ഒന്ന് ചിന്തിച്ചു നോക്കുക. 1-ാം ക്ലാസ്സിൽ നമ്മൾ പോയിരുന്ന അനുഭവം എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ മനസ്സിൽ പക്ഷേ ഗൃഹാതുരത്വം ഉണ്ടാക്കുന്ന വലിയ ഓർമ്മയായിരുന്നു. 1-ാം ക്ലാസ്സിൽ നമ്മൾ പോയിരുന്നത് നിങ്ങൾ ഓർത്ത് നോക്കുക. 2-ാം ക്ലാസ് എഴുതുന്നത്, 3-ാം ക്ലാസ് എഴുതുന്നത്, ഈ 10-ാം ക്ലാസ് വരെ പഠിച്ചവരാകട്ടെ, ഡിഗ്രി പഠിച്ചവരാകട്ടെ, എത്ര ഉയർന്ന മേഖലകളിൽ പഠിച്ചവരാകട്ടെ,
സ്കൂൾ കാല ജീവിതം അല്ലെങ്കിൽ കോളേജ് ജീവിതം എന്ന് പറയുന്ന അധ്യയന കാലഘട്ടം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു കാലത്തും മറക്കാത്ത ഏറ്റവും വലിയ അനുഭൂതി നമുക്ക് നൽകുന്ന ഒരു സംഭവം. അതുകൊണ്ട് തന്നെ പഠനകാലം എന്ന് പറയുന്നത്, വിദ്യാർത്ഥി കാലഘട്ടം എന്ന് പറയുന്നത് ഒരാൾക്ക് മനസ്സിൽ നിന്നുമായിരുന്നു. ആദ്യത്തെ ദിവസം സ്കൂളിൽ നിന്നുണ്ടാകുന്ന എക്സ്പീരിയൻസ്, അനുഭവം ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ മറക്കാൻ വരും. ആദ്യത്തെ ദിവസം അവൻ പരിചയപ്പെടുന്ന, നിങ്ങളുടെ കുട്ടി പരിചയപ്പെടുന്ന സുഹൃത്ത് ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ അവന്റെ മുഖവും അവന്റെ സ്വഭാവവും അവന്റെ പെരുമാറ്റവും അവന്റെ രീതികളും അവന്റെ മനസ്സിലുണ്ടാകും. അപ്പൊ നമ്മൾ ആരൊക്കെയാണോ കാണുന്നത്, ആരോടൊക്കെയാണോ പെരുമാറുന്നത്, എന്തൊക്കെയാണോ കേൾക്കുന്നത്, ഇതെല്ലാം ആ കുട്ടിയുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സ്വാഭാവികമായിട്ടും പതിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസവും ഇതിന് ശേഷമുള്ള ദിവസവും ഒക്കെ സ്കൂളിനെ കുറിച്ചും പഠനത്തെ കുറിച്ചും ഒക്കെ വളരെ നല്ല ചിന്തകൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കും. പുസ്തകത്തിന് മുന്നിൽ കുട്ടികൾ ഇരുന്നില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ കുട്ടിയെ സ്നേഹത്തോടു കൂടി സമീപിച്ച് ആ കുട്ടിക്ക് വേണ്ടതൊക്കെ കൊടുത്ത് കുറച്ചൊക്കെ അവന്റെ ഭാഷയെ നമ്മൾ അംഗീകരിച്ചു കൊടുത്ത്, പൂർണ്ണമായും അംഗീകരിച്ചു കൊടുക്കണ്ട, കുറച്ചൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുത്ത്. കുട്ടികൾ എന്ന് പറയുന്നത് നമ്മളെ പോലെ ചിന്തിക്കാൻ കഴിയുന്നവരല്ല, നമ്മളെ പോലെ തന്നെ പ്രവർത്തിക്കാനും പെരുമാറാനും കഴിവുള്ളവരല്ല. അവർക്ക് കുട്ടിത്വമുണ്ട്. ആ കുട്ടിത്വത്തെ അംഗീകരിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. നമ്മൾ വിശേഷ ബുദ്ധിയുള്ളവരാണ്, കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാൻ കഴിവുള്ളവരാണ്. പക്ഷേ കുട്ടി കുട്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ പഠിപ്പിക്കാനും അവനോട് പെരുമാറാനും കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ പാരന്റിങ് അല്ലെങ്കിൽ നമ്മുടെ രക്ഷാകർതൃത്വം, രക്ഷിതാവ് എന്നുള്ള ആ ഒരു ലേബലിൽ നമുക്ക് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് കുട്ടികളോട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുകയും കുട്ടികൾക്ക് നാളെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം. മോനെ, നീയാണ് നാളെ ഉമ്മയെയും ഉപ്പയെയും നോക്കാനുള്ളത്, നീയാണ്. ഞങ്ങൾക്ക് പ്രായമാകുമ്പോൾ ഞങ്ങളെ നോക്കാനും ഞങ്ങളെ വളർത്താനും ഞങ്ങൾക്ക് മരുന്ന് വാങ്ങിത്തരാനുമുള്ളത് നീയാണെന്ന് എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കുട്ടിയുടെ മനസ്സിൽ ചെറുപ്പം മുതൽ നിങ്ങൾ കൊടുക്കേണ്ടത്, ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നും അതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഈ പ്രായത്തിൽ ഈ സമയത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുട്ടിയുടെ മനസ്സിലുണ്ടാകും, ശരിയാണ്, കുട്ടി എത്ര കാലം വളർന്നാലും ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകും, എൻ്റെ ഉമ്മയെ നോക്കേണ്ടത് ഞാനാണ്, എൻ്റെ ഉപ്പയെ നോക്കേണ്ടത് ഞാനാണ്, എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് ഞാനാണ് എന്ന ബോധം ആ കുട്ടിയിൽ ഉണ്ടാകും. ഓരോ നല്ല നല്ല കാര്യങ്ങളും കുട്ടികൾക്ക് ചെറുപ്പത്തിലേ നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. കുട്ടി എന്തൊക്കെ മോശം ചെയ്താൽ പോലും അത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് നന്മ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ കുട്ടികളെ വളർത്തുമ്പോൾ മാത്രമാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടുന്നതിനോടൊപ്പം ഏറ്റവും നല്ല സാംസ്കാരിക ബോധത്തോടു കൂടി നമ്മളെ കുട്ടിയെ വളർത്തി വലുതാക്കാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം, വളരെ നല്ല സംവിധാനത്തിലാണ് ഇവിടെ മർക്കസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മതഭൗതിക വിദ്യാഭ്യാസം ഒരുമിച്ചാണ് കുട്ടികൾക്ക് ഇവിടെ ലഭിക്കുന്നത്. വളരെ നല്ല ധാർമ്മികമായ ചുറ്റുപാടിൽ കുട്ടികൾ വളർത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. പ്രിയപ്പെട്ട ഉപ്പാപ്പയുടെ നേതൃത്വമുണ്ട്. വളരെ നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള അധ്യാപകരുടെ സേവനം നമുക്ക് ഇവിടെയുണ്ട്. സുബൈർ ഭാഷ കൂടി വന്നതുകൊണ്ട് നമുക്കറിയാം അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് ചെറുതല്ല. ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ട് വലിയ പരിചയ സമ്പന്നരാണ്. ഈ സ്കൂളിന്റെ അല്ലെങ്കിൽ ഈ മൊത്തം സ്ഥാപനങ്ങളുടെ ഗതിവിഗതികളെ എങ്ങനെ മാറ്റണമെന്ന് കൃത്യമായി തീരുമാനിക്കുവാനും അതനുസരിച്ച് നടപ്പിലാക്കാൻ കഴിവുള്ള വ്യക്തിത്വമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ വലിയ ഒരു അധ്യാപക നിര നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല അധ്യാപക നിര നമുക്കിവിടെ ഇവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ തീർച്ചയായിട്ടും സമൂഹത്തിൽ ഉന്നതന്മാരാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ സമീപിക്കേണ്ടത്. കൽക്കത്തയിലെ ഒരു ചെറിയ സ്കൂളിന്റെ ചരിത്രമുണ്ട്. ഞാൻ മുമ്പ് ജേണലിൽ വായിച്ചപ്പോൾ വളരെ അത്ഭുതത്തോടു കൂടി ഞാനത് വായിച്ചു പോയി. ആ ജേണലിൽ പറയുന്ന ഒരു കഥയുണ്ട്. കൽക്കത്തയിലെ ഒരു കുഗ്രാമമാണ്. ആ കുഗ്രാമത്തിൽ ഒരു സ്കൂൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രൈമറി സ്കൂളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രൈമറി സ്കൂളിൽ പഠിച്ച മുഴുവൻ കുട്ടികളും ഉന്നതന്മാരായി, സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ള എത്തിപ്പെട്ട ആളുകളായി മാറി. അങ്ങനെ അതിനെക്കുറിച്ച് പഠനം നടത്തി. വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പഠനം നടത്തി. എന്തുകൊണ്ടാണ് ഈ സ്കൂളിൽ പഠിച്ച കുട്ടികൾ ഒന്നുപോലും മോശമായിട്ടില്ല, എല്ലാവരും ഉന്നതന്മാരായി ഉയർന്ന മേഖലയിൽ എത്തിപ്പെട്ടു? എന്തുകൊണ്ടാണെന്ന് പഠിച്ചു. ആ സമയത്ത് ആ വിദ്യാലയത്തിൽ വർഷങ്ങളായി പ്രധാന അധ്യാപികയായി അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ജോലി ചെയ്തിരുന്ന അധ്യാപികയുണ്ട്. ആ അധ്യാപികയെ സമീപിച്ചുകൊണ്ട് അവർ ചോദിച്ചു. അവർക്ക് മനസ്സിലാക്കി ഈ അധ്യാപികയുടെ പെരുമാറ്റവും ഈ അധ്യാപികയുടെ യഥാർത്ഥത്തിലുള്ള ശിക്ഷണവുമാണ് ഈ കുട്ടികളെ ഉന്നതന്മാരാക്കാൻ സഹായിച്ചത് എന്ന് മനസ്സിലാക്കി. ആ അധ്യാപികയോട് പത്രപ്രവർത്തകന്മാർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചത്? അതിനൊറ്റ വാക്കിലാണ് ആ ടീച്ചർ മറുപടി പറഞ്ഞത്, ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുകയായിരുന്നില്ല, അവരെ ഞാൻ സ്നേഹിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും അധ്യാപകരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുകയല്ല വേണ്ടത്, സ്നേഹിക്കുകയാണ്.
ആ സ്നേഹം കൊടുത്താൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന മക്കളായി, നാടിന് വേണ്ടപ്പെട്ട മക്കളായി നാളെ നമ്മുടെ മക്കള് ഉയരുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മുടെ മക്കളെ ഏറ്റവും നല്ല മക്കളാക്കി നാടിന് സമൂഹത്തിന് ഉപകരിക്കുന്ന നല്ല മക്കളാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട കുട്ടികളുണ്ട്, ആ കുട്ടികൾക്ക് നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി വളരെ മനോഹരമായി സംഘടിപ്പിച്ച നിങ്ങളെല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഈ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദരണീയനായ മർക്കസ് സ്കൂളിലെ PTA പ്രസിഡന്റ് ബഹുമാനായ ജംഷീർ സാർ, വേദിയിരിക്കുന്ന വൈസ് പ്രിൻസിപ്പൽ ജയശ്രീ ടീച്ചർ, പ്രിയപ്പെട്ട സദർ ഉസ്താദ് അബൂബക്കർ ബാക്കറി, ഈ കാരത്തൂരിൻ്റെ ആത്മീയ ചൈതന്യം നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലാമായ ആദരണീയനായ മുഹമ്മദ് മുഹീദ്ദീൻ ഷാ പാപ്പവറുകൾ, വേദിയിലിരിക്കുന്ന ഉസ്താദുമാരെ സ്വാഗതം ആശംസിച്ച റഷീദ് സാർ, ഹയർ സെക്കൻഡറി സാർ റഷീദ് സാർ, മറ്റു അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2024-25 അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും ഇന്ന് വിദ്യാരംഭം കുറിച്ചിരിക്കുകയാണ്. തികച്ചും തെളിഞ്ഞ ആകാശമാണ് ഇന്ന് നമുക്കുള്ളത്. എപ്പോഴും അത് മാറാമെങ്കിലും സാധാരണ സ്കൂളുകൾ തുറക്കുന്ന സമയം കുട്ടികളെല്ലാം സ്കൂളിലേക്ക് വരുന്നതോടൊപ്പം മഴയും കൂടെ ഉണ്ടാവാറുണ്ട്. ഇന്ന് തൽക്കാലം നമ്മുടെ ഈ പ്രവേശനോത്സവ പരിപാടികൾക്കാണെന്ന് തോന്നുന്നു മഴ അല്പസമയമെങ്കിലും വിട്ടു നിൽക്കുന്നത് വളരെ സന്തോഷകരം തന്നെയാണ്. ഇന്ന് ഇവിടെ ആദ്യമായി ജോയിൻ ചെയ്ത് വിദ്യാരംഭം കുറിക്കുന്ന, വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്ന 1ാം ക്ലാസ്സിലേക്ക്, നഴ്സറികളിലേക്ക് കടന്നു വരുന്ന കുട്ടികൾ, അവരോടൊപ്പം നമ്മുടെ രക്ഷിതാക്കളും എത്തിയിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് തങ്ങളുടെ മക്കളെ ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ അവരുദ്ദേശിക്കുന്നതും അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ തന്നെയുള്ള പഠനം നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് അവരെല്ലാം അവിടെ എത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇവിടെ ചേർത്തുള്ള രക്ഷിതാക്കളും അങ്ങനെ തന്നെ. നിങ്ങളുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് തന്നെ ഇവിടെയുള്ള കഴിവുറ്റ ഒരു അധ്യാപക സമൂഹം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യവും ആ കുട്ടികൾക്ക് ഈ കാലയളവിൽ ലഭിക്കേണ്ട അറിവ് നല്ല രൂപത്തിൽ തന്നെ ലഭ്യമാകുന്നതിനുള്ള എല്ലാവിധ സഹായ സൗകര്യങ്ങളും സഹകരണങ്ങളും ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന കാര്യം ഈ സ്ഥാപനത്തിൻ്റെ ഒരു അംഗമെന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ഉറപ്പ് നൽകുകയാണ്. നമുക്കറിയാം, രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടുതലാണ്. ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയനായ ഫൈസൽ എടശ്ശേരി അവർ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി അംഗമാണ്. അദ്ദേഹത്തിന് ഈ സ്ഥാപനവുമായി ഭേദ്യമായ ബന്ധമാണുള്ളത്. അദ്ദേഹം പല കാര്യങ്ങളും ഇവിടെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഒരു കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അതിൻ്റെ പിന്തുണ തീർച്ചയായും ആ രക്ഷിതാക്കളിൽ നിന്നുണ്ടായിട്ടില്ലെങ്കിൽ ആ കുട്ടികളുടെ വളർച്ചയ്ക്ക് വളരെ പ്രയാസകരമായിരിക്കും. ഇവിടെ നിന്ന് ലഭിക്കുന്ന 6-7 മണിക്കൂറുകൾ നിങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ അതേ ശ്രദ്ധയോടുകൂടി വീട്ടിൽ നിന്ന് ആ കുട്ടികൾക്ക് കിട്ടുന്ന അതിനേക്കാളും കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ആ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്കും സഹായകമാകുന്ന രീതിയിലാണ് നമ്മുടെ അധ്യാപകർ പ്രവർത്തിക്കുന്നത്. ആ അധ്യാപകരോടൊപ്പം
രക്ഷിതാക്കളും ഉണ്ടായി. ആ കുട്ടികൾക്ക് ലഭ്യമാകേണ്ടുന്ന കാര്യങ്ങളിൽ വല്ല പോരായ്മകളുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കാനും കുട്ടികൾക്ക് ലഭിക്കുന്ന മികവുകൾ ഉണ്ടാകുമ്പോൾ അതിന് അധ്യാപകരെയും കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കാനും ഇവിടെയുള്ള രക്ഷിതാക്കൾ തയ്യാറാവണമെന്നും ഒരു പുതിയൊരു അധ്യയന വർഷം നല്ല സന്തോഷത്തോടു കൂടി നമുക്ക് തുടങ്ങി ഈ വർഷം നല്ല ഒരു വിജയമുള്ള വർഷമാകട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. മാത്രമല്ല ഇന്ന് മത ഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് നമ്മുടേത്. ഇന്ന് മദ്രസയിലേക്ക് ചേർക്കുന്ന കുട്ടികൾക്കും ഒരു പ്രവേശനോത്സവം തന്നെയാണ്. സാധാരണ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള സാധാരണ നമ്മുടെ നാട്ടിലുള്ള മദ്രസകളിലെല്ലാം വിദ്യാരംഭം ഇതേപോലെ പ്രവേശനോത്സവമൊക്കെ നടന്നിട്ടുണ്ടാകും. എന്നാൽ ഈ സ്ഥാപനത്തിൽ ചേരുന്ന കുട്ടികൾക്കുള്ള പ്രവേശനോത്സവവും മദ്രസയിലേക്കുള്ളതും ഇന്ന് തന്നെയാണ്. എല്ലാ കുട്ടികൾക്കും മത ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വളർന്ന് ഭാവിയിൽ നല്ല പൗരന്മാരായി ജീവിക്കാനുള്ള തൗഫീഖ് കാരുണ്യവാനായ അല്ലാഹു നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനൊരു നല്ല തുടക്കമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം ഇന്ന് നമ്മുടെ കേരളത്തിലെ 10,000-കണക്കിന് സ്കൂളിൽ പ്രവേശനോത്സവം ആരംഭിക്കുമ്പോൾ ഇതുപോലെ ഒറ്റപ്പെട്ട ചില സ്ഥാപനങ്ങൾ നമ്മൾ സുബൈർ സാറ് പറഞ്ഞതുപോലെ ഒരു പ്രവേശനോത്സവമല്ല, 2 പ്രവേശനോത്സവമാണ് നടത്തുന്നത്. ഒന്ന് സ്കൂളിൻ്റെ, മറ്റൊന്ന് ആ സ്കൂളിൻ്റെ സിലബസ് അനുസരിച്ച് ബഹുമാനപ്പെട്ട സംസ്ഥ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള മദ്രസയാണ് നമ്മുടെ മദ്രസ. അപ്പോൾ നമ്മളെ റഷീദ് സാർ പറഞ്ഞു, ഈ വർഷം നിരവധി ഫസ്റ്റ് ക്ലാസ്സുകളോടുകൂടെ 100-ക്ക് 100% പൊതുപരീക്ഷയിൽ വിജയം നേടി വളരെ ആഹ്ലാദകരമായ അഭിനന്ദനീയമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മുടെ മദ്രസ അതുപോലെ സ്കൂളൊക്കെ ഉള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ നമ്മുടെ മറ്റ് നാട്ടുംപുറങ്ങളിലുള്ള സ്കൂളിലേക്ക് കുട്ടികളെ കൈപിടിച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മളൊക്കെ തന്നെ പഠിച്ചവരാണ്. പക്ഷെ അവിടെ നമുക്ക് കിട്ടുന്നത് വെറും ഭൗതികമായ വിദ്യാഭ്യാസം മാത്രമാണ്. ഇവിടെ നമുക്ക് ഭൗതികമായ വിദ്യാഭ്യാസത്തോട് കൂടെ തന്നെ ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ ആശ്രാന്ത പരിശ്രമം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമ്പാദ്യം ഒരു നല്ലൊരു സമുദായത്തെ, നല്ലൊരു സമൂഹത്തെ, നല്ലൊരു ജനസഞ്ചയത്തെ വളർത്തിയെടുത്തിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ഈ ബഹുമാനപ്പെട്ട സർക്കാരിന്റെ കീഴിലുള്ള ഈ സ്കൂളിനോട് കൂടെ തന്നെ നമ്മുടെ മതവിദ്യാഭ്യാസത്തെ ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ കൂടിയാണുള്ളത്. നിങ്ങൾക്ക് ആലോചിച്ചു, ഇവിടെ നമ്മൾ ഉച്ചക്ക് ബെല്ലടിച്ചാൽ, രക്ഷിതാക്കൾ നല്ല ശ്രദ്ധിക്കണം, ഉച്ചക്ക് ബെല്ലടിച്ചാൽ നമ്മളൊക്കെ കുട്ടികൾ ടിഫിൻ ബോക്സുമായി അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടുമ്പോ ഇവിടെ അതിന് മുമ്പൊരു നിർദ്ദേശമുണ്ട്. എന്താണ്? നിങ്ങൾ ടിഫിൻ ബോക്സുമായി ഓടുന്നതിന് മുമ്പ് ആ ടിഫിൻ ബോക്സിൽ ഭക്ഷണം നിറച്ചു തന്ന റഹ്മാനായ പടച്ചതമ്പുരാനെ, ആ പടച്ചതമ്പുരാനെ, നമുക്ക് ഈ സൗകര്യം നിന്ന് ഈ വെള്ളം തന്ന, നമുക്ക് ഭക്ഷണം തന്ന, നമുക്ക് വായു തന്ന, ജീവിക്കാൻ സർവ്വവിധ സൗകര്യങ്ങളും ചെയ്തു തന്ന റഹ്മാനായ പടച്ചതമ്പുരാനെ നിങ്ങൾ അവന്റെ മുമ്പിൽ ഒരു സുജൂദ് ചെയ്യണം, അഥവാ നിസ്കരിക്കണം. നിസ്കരിച്ചതിന് ശേഷമേ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകാൻ പാടുള്ളൂ എന്ന് ഇവിടുത്തെ മാനേജ്മെന്റിന്റെ, ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ അഭ്യർത്ഥനയാണ്, ഇവിടുത്തെ ഉസ്താദുമാരുടെ അഭ്യർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഉച്ചക്ക് ബെല്ലടിച്ചാൽ കുട്ടികൾ 2ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ പള്ളിയിലേക്ക് കയറുന്നു, അവർ നിസ്കരിക്കുന്നു. ആ നിസ്കാരം കഴിഞ്ഞിട്ടാണ് അവരുടെ മറ്റു കാര്യങ്ങൾ, അത്രക്കും ചിട്ടയോടുകൂടെ. അതുപോലെ പെൺകുട്ടികൾ അവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം അപ്പുറത്ത് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ ഇവിടുത്തെ സിറ്റുവേഷൻ നിങ്ങൾ നോക്കൂ, നമ്മൾ വന്നാൽ കാണുന്ന ഒരു പള്ളിയാണ്. അവിടെ +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും, അതിനപ്പുറമുള്ള ഡിഗ്രികൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർ പള്ളിയിൽ കയറി നിസ്കരിക്കുക. അതേസമയത്ത് പല സ്ഥാപനങ്ങളുടെയും ചുറ്റുവട്ടങ്ങളിൽ കള്ളും കഞ്ചാവും മറ്റു അനാവശ്യ പ്രവൃത്തികളും കുട്ടികൾ അവരേക്ക് മുഴുകുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ നേരെ മതകീയമായ അല്ലെങ്കിൽ അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചതമ്പുരാനെ കുറിച്ച് ഓർക്കാൻ ഒരു അവസരം കൂടി ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും അതിനു വഴി വന്നു ചേരുന്ന രക്ഷിതാക്കൾക്കും ഉണ്ട് എന്ന ഒരു മഹത്തായ സത്യം നിങ്ങളെ അറിയിക്കുക. പലപ്പോഴും പലരും എല്ലാ സ്കൂളിൽ നിന്നും, എന്നാൽ എല്ലാ സ്കൂളല്ല ഈ സ്കൂൾ വേറൊരു സ്കൂളല്ല, വേറിട്ടൊരു സ്കൂളാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് ജംഷീദ്, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച റഷീദ് സാർ, ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ഫൈസൽ ബഷീർ അവர்கள், അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തിയ പ്രിൻസിപ്പൽ സുബൈർ സാർ, വൈസ് പ്രിൻസിപ്പൽ ജയശ്രീ ടീച്ചർ,
അതുപോലെ തന്നെ മോറൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അബൂബക്കർ ബാക്കവി അവர்கள், ഏറെ പ്രിയങ്കരായിട്ടുള്ള മറ്റു അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളെ, ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും ആശംസ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. എന്നിരുന്നാൽ പോലും നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഇന്ന് മർക്കസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. പുതിയ കുരുന്നുകളൊക്കെ അറിവ് തേടി ഈ കലാലയത്തിലേക്ക് എത്തിച്ചേർന്നു. എനിക്ക് പറയാനുള്ളത്, ഈ മർക്കസിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരുപാട് രക്ഷിതാക്കൾ മക്കളെ ഇവിടെ കൊണ്ട് ചേർത്തു. ആ വിശ്വാസം 100% ആത്മാർത്ഥമായി പുലർത്തിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് അറിവിനപ്പുറം തിരിച്ചറിവും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പറയാനുള്ളത്, നമ്മളിവിടെ ചേർത്ത് പോയാൽ പിന്നീട് മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ നമ്മുടെ മക്കളുടെ പഠന കാര്യങ്ങൾ അറിയാൻ വേണ്ടി അധ്യാപകരുമായിട്ട് സ്ഥാപനമായിട്ട് ബന്ധം സ്ഥാപിക്കണം. അങ്ങനെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ മക്കളുടെ ഭാവി ശോഭനമാക്കാൻ നമുക്ക് സാധിക്കും. തീർച്ചയായും ഇഹത്തിലും പരത്തിലും ഗുണം ചെയ്യുന്ന നല്ല മക്കളാക്കി നമ്മുടെ മക്കളെ ദൈവം മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. നമസ്കാരം. കഴിഞ്ഞ SSLC പരീക്ഷയിൽ 96% കരസ്ഥമാക്കി നമ്മുടെ സ്കൂളിന്റെ യശസ് അഭിമാനം വാനോളം ഉയർത്തിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ് മിൻഹാസിന്റെ കുടുംബം, അവരുടെ പേരൻസ് ഇവിടെ പ്രിയപ്പെട്ട ജയശ്രീ ടീച്ചർക്ക് ഒരു സ്നേഹോപഹാരം നൽകുന്നുണ്ട്. അതിൽ ആ മൊമെന്റോ എല്ലാവരും സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മിൻഹാസിനെയും രക്ഷിതാക്കളെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ജയശ്രീ ടീച്ചറെയും വളരെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു സന്തോഷവേള പങ്കിടാം. കഴിഞ്ഞ SSLC പരീക്ഷയിൽ നല്ല ഉയർന്ന വിജയം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയാണ്. അപ്പോ നല്ലൊരു കൈയടിയൊക്കെ കൊടുക്കാം. ഈ ചടങ്ങിന് നന്ദി ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ ജയശ്രീ ടീച്ചർ ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ PTA പ്രസിഡന്റ് ജംഷീർ സാർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഫൈസൽ എടശ്ശേരി സാർ, പ്രിൻസിപ്പൽ സുബൈർ സാർ, എൻ്റെ പ്രിയ രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, നമ്മളെല്ലാവരും 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു വർഷം വരവേൽക്കാനായിട്ട് ഒത്തുകൂടിയിരിക്കുകയാണ്. നമ്മൾ മാർച്ച് 31 സ്കൂൾ അടച്ചെങ്കിലും ഏപ്രിൽ 15 മുതൽ തന്നെ നമ്മൾ ഈ ഒരു ദിവസത്തിനായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ സ്കൂളും സർക്കാരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൊറോണ കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾ ഈ സ്ഥാപനത്തിൽ നിന്നും കൊഴിഞ്ഞു പോയെങ്കിലും കഴിഞ്ഞ ഈ 2 വർഷങ്ങളായി ആ പഴയ സ്ഥിതിയിലേക്ക് നമുക്ക് അഡ്മിഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ പഠനത്തോടൊപ്പം തന്നെ അച്ചടക്കത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി, അത് രക്ഷിതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ചടക്കം കൂടി ഉദ്ദേശിക്കുന്ന കുട്ടികളെയാണ് നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ട് ചേർക്കുന്നത്. സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകുന്ന കുട്ടികളുണ്ട്. വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നമ്മൾ 7ാം ക്ലാസ് വരെ LKG മുതൽ 7ാം ക്ലാസ് വരെ ഏറ്റവും നല്ല കുട്ടികളായി പഠിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കുറവാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പല രക്ഷിതാക്കളും കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ 7ാം ക്ലാസ്സിൽ നിന്ന് പോയ 3 കുട്ടികളാണ് ആലത്തൂർ ഹൈസ്കൂളിൽ NMMS പരീക്ഷയ്ക്ക് ഫസ്റ്റ് നേടിയ കുട്ടികൾ. ഇതാണ് ഇവിടെ 10ാം ക്ലാസ് ഹൈസ്കൂൾ സെക്ഷനിൽ എത്തുമ്പോൾ കുട്ടികൾ കുറയാണ്. കുട്ടികളുടെ നിലവാരം കുറഞ്ഞു പോകുന്നത് ഇതുകൊണ്ടാണ്. പിന്നെ വരുന്നത് പുതിയ കുട്ടികളാണ്. അപ്പൊ ആ ഒരു പ്രയാസമാണ് നമുക്കുള്ളത്. അപ്പൊ നിങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്ന കുട്ടികൾ നമ്മുടെ കുട്ടികളാണ്.
ഇപ്പൊ ചിലപ്പോൾ ചീത്ത പറയും, ഒന്ന് കണ്ണുരുട്ടും. ഇതൊക്കെ നമ്മുടെ മക്കളുടെ, അതായത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് മാത്രം എൻ്റെ പ്രിയ രക്ഷിതാക്കൾ കരുതുക. ഈ അവസരത്തിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ കുട്ടികളുടെ ഒരുപാട് പരിപാടികളുണ്ട്, ചെറിയ കുഞ്ഞു മക്കളുടെ പരിപാടികളുണ്ട്. ഈ പരിപാടികൾ കാത്തിരിക്കുകയാണ് എല്ലാവരും. ഞാൻ എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ പരിപാടിയിൽ ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാവരുടെയും ആദരണീയായ ഉപ്പാപ്പയ്ക്ക് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ഫൈസൽ ഇടശ്ശേരി സാറിനും നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ നമ്മുടെ PTA പ്രസിഡന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 വർഷം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തതാണ് ജംഷീദ് സാറിനെ. അദ്ദേഹം ഈ സ്ഥാപനത്തിന് ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഏറ്റവും വലിയൊരു ഉദാഹരണം, ഇന്നലെ ഇവിടെ വന്ന ഈ ക്ലാസ് റൂമുകൾ ഫുള്ള് ബെഞ്ചും ഡെസ്കൊക്കെ അറേഞ്ച് ചെയ്യാൻ PTA പ്രസിഡന്റും PTA മെമ്പർമാരും കൂടിയാണ് അത് ചെയ്തത്. അതൊക്കെ ഈ സ്ഥാപനത്തിലെ നമ്മുടെ ഈ മർക്കസ് കുടുംബത്തിലെ ഒരു അംഗങ്ങളാണ്. അപ്പൊ ആ ഒരു സന്തോഷം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തില് പുതുതായി ചാർജ് എടുത്ത ഒരുപാട് പരിചയസമ്പന്നനായ, മുന്നേ പ്രസംഗിച്ചവരൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ സുബൈർ സാറിന് ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പ്രോഗ്രാമിൽ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയ അധ്യാപകര്, കുട്ടികള്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കഴിഞ്ഞൊരു വർഷം ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 20 വർഷത്തോളായി ഞാൻ ഈ സ്ഥാപനത്തിൽ. ചെറിയൊരു ഗ്യാപ്പ് വന്നെങ്കിലും 20 വർഷക്കാലം ഈ ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇതുവരെയും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇവിടെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ രക്ഷിതാക്കള് ഫുൾ സപ്പോർട്ടാണ്. ഏതൊരു കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത് അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അവർക്ക് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു. അതുപോലെ പറയാൻ വിട്ടുപോയത്, മദ്രസ സദർ സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം മതവിദ്യാഭ്യാസം കൂടി കൂട്ടിക്കൊണ്ടുപോകുന്നതിന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും എല്ലാത്തിലും അഡ്ജസ്റ്റായി എൻ്റെ കൂടെ ഇത്രയും വർഷം കൂടെ സപ്പോർട്ടായി നിന്ന നമ്മുടെ സദർ ഉസ്താദിനും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. Welcome you to stay. Smile on
താങ്ക് യു. മാന്യസദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപക, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 2 മാസത്തെ വേനലവധി കഴിഞ്ഞ് സന്തോഷത്തോടെയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ നടക്കരുത്, ഞാൻ വീണു പോയേക്കാം. എൻ്റെ പിന്നിൽ നടക്കരുത്, ഞാൻ വഴി തെറ്റിയേക്കാം. എൻ്റെ കൂടെ നടക്കുക, കരം പിടിച്ച് കൂടെ നടക്കുക എന്ന് പ്രാർത്ഥനയോടെ നമ്മുടെ ഒപ്പം ഇന്ന് കൊച്ചു കൂട്ടുകാരൻ യാത്ര തുടങ്ങുകയാണ്. നാളത്തെ ലോകം ഞങ്ങളുടെ കൈകളിലാണ്. നന്മ നിറഞ്ഞ മനുഷ്യരാവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യം ആശംസിച്ചു കൊള്ളുന്നു. വിദ്യാഭ്യാസം മനുഷ്യരിലുള്ള സമ്പൂർണതയുടെ ആവിഷ്കാരമാണ്. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ് ഇത്. എഡ്യൂക്കേഷൻ ഈസ് ദ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. അതെ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ സമഗ്ര ശേഷിയെ വികസിപ്പിക്കലാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രീതി അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ചുള്ള ശ്രമമാണ്. ഈ പ്രവേശനോത്സവ ദിനത്തിൽ നിങ്ങളെല്ലാവരും അറിവിൻ്റെ നിറകുടങ്ങൾ ആവട്ടെ എന്നും സർവോപരി നല്ല ഒരു വ്യക്തി ആയിരിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. നമസ്കാരം. എൻ്റെ പേര് അഭിഷ. പുതിയൊരു സൂര്യനുദിച്ചേ, വീണ്ടും പുത്തൻ പുലരി പിറക്കുന്നേ. പുത്തനോടൊപ്പം പുസ്തക സഞ്ചയം ഇട്ടുവരുന്നേ പൂമ്പാറ്റ. Zama yara, zama dildara, ey zama yara, zama dildara. Pamina minara dastargo ke salam aya, wa ehtiram aya. Pamina minara dastargo ke salam aya, wa ehtiram aya. Ey zama yara, zama dildara. Pamina minara dastargo ke salam aya, wa ehtiram aya. Pamina salam aya, wa ehtiram aya, wa ehtiram. Pamina minara dastargo ke salam aya, wa ehtiram aya.
മിഠായി മിഠായി പൂമരത്തുമ്മേ കണ്ടോ കണ്ടോ മിഠായി ചുമ്മാ നിൽക്കുമ്പോ പഴ കഴിക്കണ തെമ്മാരി ചില ചെറുക്കന്മാർക്ക് മിഠായി ചുടു മിഠായി കൊടു അതും കൂടി വയറിഞ്ഞ് കത്തണ മിഠായി പുതിയൊരു സൂര്യൻ ഉദിക്കുന്നേ, വീണ്ടും പുത്തൻ പുലരി പിറക്കുന്നേ. പുത്തനുടുപ്പും പുസ്തക സഞ്ചിയും ഇട്ടുവരുന്നേ പൂമ്പാറ്റ. ഞാനും ഉണ്ടേ ഞങ്ങളുമുണ്ടേ, ഞാനും ഞങ്ങളുമുണ്ടേ. പൂവിലിരിക്കണ പൂമ്പാറ്റേ, മാവിലിരിക്കണ മാനത്തെ. ഉത്സവമാണേ ഞങ്ങളെ പ്രവേശന ഉത്സവമാണേ, ഞങ്ങളെ കൂടെ കൂടാനാരുണ്ടേ. പ്ലാവില കൊണ്ടൊരു തൊപ്പി, ഓലമിടഞ്ഞൊരു പീപ്പി, ഈർക്കിളി കുത്തിയ കണ്ണാടി, മാല. നാടോടി തെയ്യവും തോറ്റവും മാറ്റിയെടുത്താചാരങ്ങൾ ചമഞ്ഞാടും നമ്മൾ. മംഗല്യപ്പാലയും ഞാഴലും ചുറ്റി നടന്നാനന്ദത്തേനുണ്ണാൻ കൂടും നമ്മൾ. മേളം മയങ്ങുമീ മൂടാടിക്കുന്നിൽ കാലം കടഞ്ഞ നീരൂറും. പെരുവാപ്പനങ്കിളിടാകാശച്ചീലും നാദം വരും വിളിപ്പാടും. മണ്ണിലോ ജലം കനിയുന്നേയില്ലേ, കണ്ണിലോ ജലം കോരുന്നില്ലേ. നാടോടി തെയ്യവും തോറ്റവും മാറ്റിയെടുത്താചാരങ്ങൾ ചമഞ്ഞാടും നമ്മൾ. മംഗല്യപ്പാലയും ഞാഴലും ചുറ്റി നടന്നാനന്ദത്തേനുണ്ണാൻ കൂടും നമ്മൾ. വേലിപ്പത്തൽ കൊടിത്തുമ്പിൽ ചാഞ്ചാടും ചോലപ്പുള്ളി പഴം പതിരിഞ്ഞീണം. വേനൽ ചൂടിൽ മനം പൊള്ളുന്ന നേരം കാനൽ നീരും തിരഞ്ഞലയും തെന്നൽ. വടമരപ്പന്തലിനുള്ളിൽ ഞാൻ ഉറങ്ങും വാവൽ കുഞ്ഞും, നുണക്കഥ ചൊല്ലിക്കൊടുങ്ങും കോവളവും തീമ്പാവും. നാവുണങ്ങും നാശമെല്ലാം നാടുവിടാനാണയിടാം ദാഹജലം എന്നും മോഹഫലം. നാടോടി തെയ്യവും തോറ്റവും മാറ്റിയെടുത്താചാരങ്ങൾ ചമഞ്ഞാടും നമ്മൾ. മംഗല്യപ്പാലയും ഞാഴലും ചുറ്റി നടന്നാനന്ദത്തേനുണ്ണാൻ കൂടും നമ്മൾ.
തമ്പാരിച്ചിങ്കൻ പണ്ടത്തേലും മെലിഞ്ഞൊടിയാറായേ. പലവട്ടം കണ്ടിനുമുണ്ടൻ കോഴക്കങ്ങൾ ചൊല്ലും ചെല്ലൻ പഴമ്പായിൽ കണ്ടടം കുത്തി വീണടിയെ പാഞ്ചാലി. കാടുണങ്ങും കാലമെത്തി അമ്പരശും കൊമ്പ് കുത്തി കണ്ടെടുക്കാം വെള്ളം കണ്ടെടുക്കാം. നാടോടി തെയ്യവും തോറ്റവും മാറ്റിയെടുത്ത ആചാരങ്ങൾ ചമഞ്ഞാടും നമ്മൾ. മംഗല്യപ്പാലയും ഞാഴലും ചുറ്റി നടന്നാനന്ദത്തേനും നാൻ കൂടും നമ്മൾ. മേളം മയങ്ങുമീ മൂടാടിക്കുന്നിൽ കാലം കടഞ്ഞ നീരൂറും. പെരുവാപ്പനം കിളിരാകാശച്ചേലും നാദം വരും വിളിപ്പാടും. മണ്ണിലോ ജലം കനിയുന്നേയില്ലേ, കണ്ണിലോ ജലം തോരുന്നില്ലേ. ജൂലാലി ചുവകൂകാലി സുവലി പാലു പലമ്പുബ. മാനത്തുണ്ടൊരു മഴവില്ല് അതിനുണ്ടല്ലോ നിറമേഴ്. മാനം പൂണ്ടൊരു മഴവില്ലിൻ ചായം പൂശിയതാരാണ്? മഴ 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 മാടി വിളിപ്പൂ മാനം കാണാൻ പോരുന്നു. ചറപറ ജന്നം പിന്നെ സ്കൂളിൽ പോകാം കൂട്ടാകാം. കളിയുണ്ടേ ചിരിയുണ്ടേ പാട്ടും പലതറിയാനുണ്ടേ. കളിയുണ്ടേ ചിരിയുണ്ടേ പാട്ടും പലതറിയാനുണ്ടേ. പട്ടം പോലെ പാറി നടക്കാം ഇഷ്ടം പോലെ നാളുണ്ടേ. ഇഷ്ടം പോലെ നാളുണ്ട്. ആ ആ ഈ ഊം പിന്നെ കാക്കായും കൂടെയുണ്ട്. ABCD Eയും പിന്നെ C4 കാറ്റും കൂടെയുണ്ട്. നന്ദി, നമസ്കാരം. கொக்கரக்கோ எவ்வடிய கொக்கரக்கோ இருந்த இருட்டலாம் இனிமேலே கொக்கரக்கோ கொக்கரக்கோ சேவல் கொக்கரக்கோ சேவல் குவக்குள்ளே வெடி கோழி கொக்கரக்கோ சங்க சக்கரம் போல மனசு சுத்தர வேளை சுராங்க நிக்க மாலுக்கனவா பாருவானம் துணி துவைத்தது மேகம் வெளுக்கு பொகுது சோகம் நீவா துளுக்கிற மனசுக்குள்ள சந்தோஷம் நிலைச்சிருக்க சாமி கிட்ட கேட்டிருக்கேன். எல்லாரும் அருகிருக்க பொல்லாப்பு விலகிருக்க அன்பான உங்ககிட்ட ஆண்டவனை பார்த்திருக்கேன். எழுந்திருந்தா எதுவும் நடக்கும் தன்னாலே எழு துணிஞ்சா பொன்னக்கம் பொன்னக்க பின்னாலே உப்பு விளக்கா சிரிச்சா சிரிச்சா தம்மீது கொள்ளையடிச்சா மனச இப்போது நம்ம பக்கம் காத்து வீசுறதை பார்த்து நல்லவங்களை சேர்த்து நீ போட்டதிலும் கூத்து. கொக்கரக்கோ எவ்வடிய கொக்கரக்கோ இருந்த இருட்டலாம் இனிமேலே கொக்கரக்கோ
கண்ணுக்குள்ள கண்ணவிருக்க நெஞ்சுக்குள்ள நினைப்பிருக்க யாருக்குள்ள யாரு இருக்கா தெரிஞ்சவங்க யாரும் இல்ல சிட்டுக்குருவி சிரிக்கும் சிரிக்கும் கண்ணோடு மருவி குதிக்கும் குதிக்கும் என்னோடு சிட்டா சிட்டா சிடுக்கு இப்ப உள்ளதெல்லாம் நமக்கு கட்டா கட்டா வந்துக்கு என்ன நம்ம கிட்ட கிழக்க கொக்கர கொக்கரக்கோ விடிய கொக்கரக்கோ இருந்த இருக்கலாம் இனிமேலே கொக்கரக்கோ கொக்கர கொக்கரக்கோ சேவல் கொக்கரக்கோ சேவல் கூவக்குள்ளே வெட்டு கோழி கொக்கரக்கோ சங்க சக்கரம் போல மனசு சுத்தர வேளை சுராங்கு நிக்காமலுக்கு நவா அதோ பாரு வானம் துணி துவைக்குது மேகம் விலகு போகுது சோகம் நீவா கொக்கர கொக்கரக்கோ விடிய கொக்கரக்கோ இருந்த இருட்டலாம் இனிமேல கொக்கரக்கோ கொக்கர கொக்கரக்கோ சேவல் கொக்கரக்கோ சேவல் கூவக்குள்ளே வெள்ளை கோழி கொக்கரக்கோ പാവാട വേണം മേലാട വേണം പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിലിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക് പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിലിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക് കിതാബ് പഠിച്ച് ഉദ്യോഗം ഭരിച്ച് സുൽത്താന്റെ ഗമേൽ വരും കിതാബ് പഠിച്ച് ഉദ്യോഗം ഭരിച്ച് സുൽത്താന്റെ ഗമേൽ വരും അബുദാബിക്കാരൻ ഒരു മണവാളൻ നിക്കാഹിനൊരുങ്ങി വരും ഓൻ വിളിക്കുമ്പോ പറന്ന് വരും അബുദാബിക്കാരൻ ഒരു മണവാളൻ നിക്കാഹിനൊരുങ്ങി വരും ഓൻ വിളിക്കുമ്പോ പറന്ന് വരും പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിലിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക് അല്ലാനെ ഉമ്മ പൊല്ലാപ്പു വേണ്ട 5000 കൊടുക്കാം അതിനൊപ്പം പണം അവൻ മഹറായി തന്നാൽ നിക്കാഹ് പൊടി ഐഷാന്റെ നിക്കാഹ് പൊടി പൊടിക്കാം അത് കഴിഞ്ഞവനുമായി സുബർക്കത്തിലിരിക്കുമ്പോ ഉമ്മാനെ മറക്കരുതേ നീ ഇക്കാനെ വെറുക്കരുതേ പാവാട വേണം മേലാട വേണം പഞ്ചാര